തിരുവനന്തപുരം മണ്ഡലത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27% വോട്ട് നേടിയ ബി.ജെ.പി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം നടത്തിയതോടെയാണ് കോൺഗ്രസിന് വെല്ലുവിളിയേറിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7079 വോട്ടുകൾക്കാണ് ആന്റണി രാജുവിനോട് വി.എസ്. ശിവകുമാർ പരാജയപ്പെട്ടത്. സംഘടനാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിൽ വീണ്ടും വർധനമുണ്ടായേക്കുമെന്ന വിലയിരുത്തലിന് പുറമെ പ്രാദേശിക എതിർപ്പുകളും ഉയർന്നതാണ് വി.എസ്. ശിവകുമാറിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നത്. അതേസമയം NSS ശിവകുമാറിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കുമെന്നാണ് സൂചന. മുതിർന്ന നേതാവെന്ന പരിഗണനയിൽ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലത്തിലേക്ക് ശിവകുമാറിന്റെ പേര് നേതൃത്വം പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. 1000-ൽ താഴെ വോട്ടുകൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നെ കൈവിട്ട തൃശൂർ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ വൻ കുതിച്ചുകയറ്റമാണ് കോൺഗ്രസിന് ഇത്തവണയും വെല്ലുവിളിയാകുക. ബി.ജെ.പി. പാളയത്തിൽ നിന്ന് കോൺഗ്രസ് ക്യാമ്പിലെത്തിയ സന്ദീപ് വാര്യരെ തൃശൂരിൽ കളത്തിലിറക്കാനുള്ള നീക്കത്തിലൂടെ ബി.ജെ.പി. വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തിരുവമ്പാടിയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയ്ക്കൊപ്പം മുസ്ലിം വോട്ടുകളും വി.എസ്. ജോയിക്ക് ലഭിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജോയിയുടെ ഇടപെടൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത നൽകിയെന്നാണ് നിരീക്ഷണം. യുവ വോട്ടർമാരെ സ്വാധീനിക്കാനും വി.എസ്. ജോയിക്ക് കഴിയുമെന്ന വിലയിരുത്തലിലാണ് ലീഗിന്റെ കൈവശമുള്ള സീറ്റ് ഏറ്റെടുക്കാനുള്ള നിർണായക നീക്കത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.